നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ നരനാരായണാവതാരം ദക്ഷയാഗമെന്ന 16-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകം. ക്രുദ്ധേശമർദ്ദിതമഖഃ സതുകൃത്തശീർഷോ ദേവപ്രസാദിതഹരാതഥ ലബ്ധജീവഃ ത്വത്പൂരിതഃ ക്രതുവരഃ പുനരാപ ശാന്തിം സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ക്രുദ്ധേശമർദ്ദിതമഖഃ സഹ തു കൃത്തശീർഷഃ ദേവപ്രസാദിതഹരാത് അധ ലബ്ധജീവഃ ത്വത്പൂരിതകൃതുവരഃ പുനഃ ആവ ശാന്തിം സഹ ത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ക്രുദ്ധേശമർദ്ദിതമഖഃ സഹ ലബ്ധജീവഃ സഹ തു കൃത്തശീർഷഃ ദേവപ്രസാദിത ഹരാത് ലബ്ധജീവഃ പുനഃ ത്വത്പൂരിതകൃതുവരഃ ശാന്തിം ആപ ഭോ പ്രശാന്തികര മരുത്പുരേശ സഹ ത്വം മാം പാഹി. അടുത്തതായ പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം നാം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. കോപിഷ്ഠനായ ശിവനാൽ നശിക്കപ്പെട്ട ആ ദക്ഷപ്രജാപതിയാകട്ടെ കോപാന്ധത്തിൽ ജ്വലിച്ച ശിവനാൽ നശിപ്പിക്കപ്പെട്ട ആ യാഗത്തോടെ ശിരസ്സറ്റ് ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട ശിവനിൽ നിന്നും ജീവൻ നേടി. ശ്രേഷ്ഠമായ ആ യാഗം അങ്ങയാൽ പൂർത്തീകരിക്കുകയും ചെയ്യപ്പെട്ടു. അല്ലയോ ഭക്തർക്ക് പ്രസാദം നൽകുന്ന പ്രശാന്തിദായകനായ ഗുരുവായൂരപ്പ, എന്നെ രോഗത്തിൽ നിന്നും മോചിതനാക്കുക. നമസ്തേ.